പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് പോയി. വലിയ വാർത്തയൊന്നുമില്ലായില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വന്നില്ല വിമാനത്താവളത്തിൽ. പക്ഷേ ISROയിലെ ചടങ്ങിൽ വന്നു. പക്ഷേ പിണറായി വിജയൻ്റെ ശരീരഭാഷ വളരെ വ്യത്യസ്തമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ കണ്ട ഒരു ഹാർദമായ സ്വീകരണം, പ്രസന്നത ഒന്നുമില്ല. വല്ലാത്തൊരു മ്ലാനത പിണറായിയുടെ മുഖത്തുണ്ടായിരുന്നോ എന്ന് എൻ്റെ ചില മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ആ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുൻപ് പ്രധാനമന്ത്രി വന്നപ്പോഴുണ്ടായിരുന്ന ഒരു തെളിച്ചം കണ്ടില്ല എന്ന് എനിക്കും തോന്നി. എൻ്റെ കാഴ്ചയുടെ കുഴപ്പമാണോ? രാമേന്ദ്രൻ സാറിന് എന്താ തോന്നിയത്? അദ്ദേഹം കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നപ്പോൾ തലേന്ന് തിരുവനന്തപുരത്ത് നിന്ന് പറന്നു വന്നിരുന്നു. കൊച്ചിയിൽ വന്ന് സ്വീകരിച്ചു. മാത്രമല്ല യാത്രയക്കാനും അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം മന്ത്രി P. രാജീവിനെ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, P. രാജീവിനെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് സ്വീകരിക്കാനും യാത്രയക്കാനും കൊച്ചിയിൽ. പക്ഷേ മുഖ്യമന്ത്രി തന്നെ വന്നു ഇവിടെ. അല്ല, അതൊരു മര്യാദയാണ്. അപ്പോൾ ആ മര്യാദ തിരുവനന്തപുരത്ത് കാണിച്ചില്ല. തിരുവനന്തപുരത്ത് വന്നില്ല എന്നുള്ള ഉറപ്പാണല്ലേ എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനും വായിച്ചത് അങ്ങനെയാണ്. വേറെ എവിടെയെങ്കിലും വെച്ച് കാണുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിപ്പോൾ കൊച്ചിയിലും അദ്ദേഹം മുഖ്യമന്ത്രി മറ്റേ മോദിയെ രഹസ്യമായിട്ട് കണ്ട എന്തെങ്കിലും മകളുടെ കാര്യത്തിലോ മറ്റോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ രഹസ്യമായി കണ്ടാൽ നമ്മൾ അറിയുമല്ലോ. മോദിയും പിണറായിയും കൂടെ ഒരുമിച്ച് ഒരു മുറിയിൽ തനിച്ചിരുന്നാൽ വാർത്തയാണ്. അതെ അതെ അതെ. പക്ഷെ എന്തോ പിണറായിയുടെ മുഖത്ത് സാധാരണ പ്രധാനമന്ത്രി വരുമ്പോൾ കാണുന്ന ഒരു പ്രസന്നത കണ്ടില്ല എന്നൊരു ആക്ഷേപം പൊതുവിൽ വരുന്നുണ്ട്. സാഹചര്യങ്ങളിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താണ് സാർ? രാഷ്ട്രീയ സാഹചര്യങ്ങളിലും വന്നിട്ടുണ്ട്, കേസുകളുടെ കാര്യങ്ങളിലും വന്നിട്ടുണ്ട്. എന്താണ് വ്യത്യാസം? അതായത് കഴിഞ്ഞ ദിവസം കുഴൽനാടൻ്റെ പത്രസമ്മേളനം ഞാൻ കണ്ടിരുന്നു. കുഴൽനാടൻ്റെ 3ാം ഘട്ടം ആണ് കുഴൽനാടൻ. അത് ഒരുപാട് ഘട്ടം കാണും, ഒരുപാട് ഘട്ടം അതിൽ വരും. അത് സാറ് പറയാൻ പോകുന്നതിനോട് ഒരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഉള്ള ആളാണ് ഞാൻ. പറയാം, സാറ് പറയും. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ആ തോട്ടപ്പള്ളിയിൽ നിന്ന് മാറ്റിയ മണലിൻ്റെ, അത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ അത് 40,000 കോടി രൂപയുടെ മണലുണ്ട് എന്ന് കുഴൽനാടൻ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി നമുക്ക് സ്ഥിരീകരണമോ ഉറപ്പോ എന്ത് മീറ്റർ വെച്ചാണോ ഒന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനത്തെ 53 ലക്ഷം ടൺ മണ്ണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എക്സാജറേഷനൊക്കെ ഇല്ലേ എന്ന് തോന്നത്തക്ക വിധത്തിലാണ്. പക്ഷേ ആ കേസിൽ ഇപ്പോൾ അന്വേഷണം മറ്റേ SFIO നടത്തുന്നുണ്ടല്ലോ, അത് വലിയ ഗൗരവമുള്ള അന്വേഷണമാണ്. എന്തായാലും ആ വിഷയത്തിൽ നമ്മൾ നമുക്ക് നേരെ അന്വേഷണമൊക്കെ നടക്കുമ്പോൾ നമുക്ക് പറഞ്ഞ് നിൽക്കാനൊക്കെ കഴിയുമായിരിക്കും. പക്ഷെ മകളുടെ കാര്യം വരുമ്പോൾ അദ്ദേഹം കൂടുന്നതല്ല എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അത് ശരിയായിരിക്കും സാർ. പക്ഷേ ഞാൻ ഇടപെട്ട് പറയുന്നത് സാർ ക്ഷമിക്കണം. അതായത് SFIO അന്വേഷണം ഇപ്പോൾ SFIO വിളിച്ചിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്യാം. അത് അറസ്റ്റ് ചെയ്യാൻ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. വീണ വരുന്നുണ്ട്. വീണ ചെന്നൈയിൽ SFIO ഓഫീസിൽ പോയി നോട്ടീസ് കിട്ടിയപ്പോൾ പോയി എന്ന് മനോരമ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അവർക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. വേഷം മാറിയോ ഒക്കെ ആയിരിക്കാം വന്നിരുന്നത്, എന്തോ കഴിഞ്ഞില്ല. അപ്പോൾ അവർ SFIO അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു അറസ്റ്റിനുള്ള വകുപ്പില്ല. ഇനി SFIO അന്വേഷിച്ചാൽ ഒരു ഗിൽറ്റി പ്രൂവ് ചെയ്താൽ തന്നെയും SFIOക്ക് എന്ത് ചെയ്യാൻ പറ്റും? SFIOക്ക് അറസ്റ്റ് ചെയ്യാനും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമുള്ള ഏജൻസിയല്ല. അവർക്കാകെ ചെയ്യാവുന്ന ഇങ്ങനൊരു ഫൈൻഡിങ് ഉണ്ടെന്ന് കരുതി ഒരു റിപ്പോർട്ട് എഴുതി കേന്ദ്ര സർക്കാരിന്, ധനകാര്യ മന്ത്രാലയത്തിന് കൊടുക്കാനേ, അല്ലെങ്കിൽ കമ്പനി കാര്യ വകുപ്പിന് കൊടുക്കാനേ കഴിയും. അപ്പോൾ അതിനകത്ത് വലിയ ആശങ്കയുടെ കാര്യമൊന്നുമില്ല. ഈ പറയുന്ന പോലെ ചില ആളുകൾ ആരോപിക്കുന്ന പോലെ ലാവ്ലിൻ കേസൊക്കെ മോദിയിൽ പിണറായിക്കുള്ള സ്വാധീനം മനസ്സിലായി. അപ്പം ഞാൻ ഇതിൽ പറയാൻ വന്നത് ഈ തുകയുടെ ഒക്കെ ഈ വ്യാപ്തി ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് ആ പത്രസമ്മേളനത്തിലെ. അല്ല അവിടെ അതിനാണ് ഞാൻ സാറിനോട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞത്. കാരണം ഇപ്പോൾ നമുക്ക് നോക്കൂ, CMRലും സാർ എത്രയോ എൻ്റെക്കാളൊക്കെ എത്രയോ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ എൻ്റെ ഒരു മാധ്യമ വിദ്യാർത്ഥിയുടെ ചാനലിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങൾ. ഒരു മാധ്യമ വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ ഒരു സംശയം സാറ് ദൂരീകരിക്കുന്നതായിട്ട് കൂട്ടിയാൽ മതി. അതായത് വീണ CMR എന്നുള്ള കമ്പനിയായിട്ടുള്ള ഏർപ്പാട്, വീണ ഒരു കരാറിൽ ഏർപ്പെട്ടു. ഇവർ പൈസ കൊടുത്തിരുന്നു. വീണ സർവീസ് കൊടുത്തില്ല. സർവീസ് കൊടുത്തില്ലെങ്കിൽ പരാതിപ്പെടേണ്ടത് CMRL കമ്പനിയാണ്.
അവർ പരാതിപ്പെടുന്നില്ല. അതുകൊണ്ട് അതൊരു കേസാവുന്നില്ല. ആ കിട്ടിയ പണത്തിന് ടാക്സ് അടച്ച് ലീഗലൈസ് ചെയ്തു. അവിടെ ഒരു ക്രൈമില്ല, ഒരു കുറ്റമില്ല. അത് കുറ്റം ആവണം അല്ലെങ്കിൽ കുറ്റം സ്ഥാപിക്കപ്പെടണമെങ്കിൽ വീണയ്ക്ക് അല്ലെങ്കിൽ വീണയോട് ബന്ധപ്പെടുന്ന ആൾ, മീൻസ് ബന്ധപ്പെട്ട ആൾ പിണറായി വിജയനാണ്. പിണറായി വിജയന് എന്തെങ്കിലും നേട്ടമുണ്ടായി അല്ലെ പിണറായി വിജയൻ എന്തെങ്കിലും ഫേവർ ചെയ്തു കൊടുത്തു എന്ന് സ്ഥാപിച്ചാൽ മാത്രമേ ഒരു കേസ് നിൽക്കൂ. കുഴൽനാട് ഇപ്പോൾ ശ്രമിക്കുന്നതിനാണ്. അതിനിങ്ങനെ അതേ ഓരോ ദിവസവും ഓരോ തിയറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ അത് എന്തിനുണ്ടായാണെന്ന് നമുക്കറിയാം, കുട്ടനാട്ടിലെ വെള്ളത്തിൻ്റെ കയറ്റിറക്കത്തിന്. പക്ഷേ അത് അടച്ചിടുമ്പോൾ കായംകുളം പുഴയിൽ കരിമണൽ വന്നടഞ്ഞ് പൊഴി അടഞ്ഞു പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പറയും. സാറിനറിയാം, സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കായംകുളം പുഴയിലൂടെ വള്ളങ്ങൾ പോലും പോവാതെ ബോട്ടുകൾ മറിഞ്ഞ് മരണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത് നീക്കേണ്ടത് അനിവാര്യമായിരുന്നു. എങ്ങനെയാണ് നീക്കുക? പൊഴി പൊട്ടിച്ച് കടലിലേക്ക് വിടാൻ പറ്റും. പൊഴി പൊട്ടിച്ച് അവിടെ നിന്ന് എടുക്കുന്ന മണ്ണ് കരയിലേക്ക് കോരിയിട്ടാണ് പൊഴി മുറിക്കുന്നത്. അതിന് ഹൈക്കോടതിയുടെ അനുവാദമുണ്ട്. ആ അനുവാദമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ പിണറായി വിജയൻ ആ ഹൈക്കോടതി വിധിയെ തുടർന്നാണ് പൊഴി മുറിക്കാൻ അനുവദിച്ചത്. അങ്ങനെ ഈ മണ്ണെന്ന് പറയുന്നത് ഒറ്റത്തവണയല്ല, നിരന്തരം ആലപ്പുഴ, തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ തീരത്ത് എന്നറിയാം, ഓരോ ദിവസവും കടലിങ്ങനെ കരിമണൽ അടിച്ച് തീരത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീരത്ത് കയറ്റും, പിന്നെ എടുത്തുകൊണ്ട് പോകും, വീണ്ടും കൊണ്ടിടും. നമ്മളത് കൺസ്യൂം ചെയ്തില്ല, ഈ സാധനം നേരെ പോയിട്ട് അവിടെ പോകും, ശ്രീലങ്കൻ തീരത്ത് പോകും. നമുക്കറിയാം, ഫോർട്ട് കൊച്ചി തീരം പോയി. ഫോർട്ട് കൊച്ചി തീരം പോയപ്പോൾ ആ മണ്ണെടുത്തുകൊണ്ട് വന്ന് ഇവിടെ പുതുവൈപ്പിൽ പുതിയൊരു കരയുണ്ടായി. അപ്പോൾ ഇത് കടലിൻ്റെ ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരം മണ്ണ് പോകും. ഈ പൊഴി പൊട്ടിച്ചു എന്നത് കുഴൽനാടൻ പറയുന്നത് സ്വാഭാവികമായും അനിവാര്യതയായിരുന്നു. അവിടെ വള്ളങ്ങൾ മറിഞ്ഞിട്ടുണ്ട്, ബോട്ടൊക്കെ മറിഞ്ഞിട്ടുണ്ട്. 5-10 വർഷം മുമ്പത്തെ പത്രവാർത്തകളുണ്ട്, കായംകുളം പൊഴിയിൽ ബോട്ടുകൾ പോകാതെ കരിമണൽ തിട്ടകളുണ്ടായിരിക്കുന്നു. അത് നീക്കേണ്ടത് അനിവാര്യമായിരുന്നു. അതിനെ ഇതുമായി കണക്ട് ചെയ്യാനുള്ള ഒരു വൃഥാശ്രമം ഇങ്ങനെ പല ഘട്ടങ്ങളായി കുഴൽനാടൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഇല്ല, കുഴൽനാടൻ അത് നടത്തിക്കോട്ടെ. കാരണം അദ്ദേഹത്തിന്റെ ഒരു പുകമറ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിനകത്തൊന്നും വലിയ കാമ്പൊട്ടൊന്നും തോന്നുന്നില്ല. അദ്ദേഹം ആ വഴിക്കാൻ നീങ്ങിക്കോട്ടെ. അല്ല, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ സാർ. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ പിണറായി വിജയനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമെന്റഡ് പ്രൂഫ്, ഒരു കൺക്ലൂസീവ് എവിഡൻസിൽ എത്താൻ കഴിയില്ല. പിണറായി അങ്ങനെ ചെയ്തിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 2016 ജയേഷ് പട്ടക് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ CMRLന്റെ സബ്സിഡിയറി കമ്പനിയായ KREMLന് അനുകൂലമായൊരു വിധി വന്നു. കരിമണൽ ഖനനം കേരളത്തിൽ സ്വകാര്യ മേഖലയ്ക്കും അവകാശമുണ്ട്, നിഷേധിക്കാൻ പറ്റില്ല, കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ വിധി വന്നത്. പിണറായി നടപ്പാക്കിയില്ല, 7 വർഷവും നടപ്പാക്കിയില്ല. അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ സ്ട്രാറ്റജിക് മിനറൽസിൻ്റെ പോളിസി മാറി 2019. അപ്പോൾ പിണറായി വിചാരിക്കാനും സഹായിച്ചില്ല. പിണറായി സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും സഹായിച്ചില്ല. പിന്നീട് പിണറായിക്ക് സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അപ്പോൾ പിണറായി ഇക്കാര്യത്തിൽ എന്ത് അഴിമതി നടത്തി എന്നാണ് പറയുന്നത്? അതിനകത്ത് പിണറായിയെ കുറ്റപ്പെടുത്താനുള്ള കുഴൽനാടൻ്റെ ശ്രമം ഒരു വൃഥാശ്രമമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കുഴൽനാടൻ വായിച്ച ഫയലുകളിൽ തന്നെ നല്ല മിടുക്കോടുകൂടിയാണ് ആ ഫയലൊക്കെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം മുമ്പ് ജില്ലാ സമിതി, കുഴൽനാടൻ പറഞ്ഞത് ജില്ലാ സമിതിയുടെ ശുപാർശ ആണ് ഇതിൽ വളരെ പ്രധാനം. പക്ഷെ ജില്ലാ സമിതി ശുപാർശ നിഷേധിച്ച ശേഷം മന്ത്രിസഭയുടെ അംഗീകാരത്തിനൊക്കെ വെച്ച് പിണറായി വിജയൻ ആ വഴിക്ക് നീങ്ങിയിരുന്നു എന്നുള്ളൊരു ആരോപണമൊക്കെ കുഴൽനാടൻ ഉയർത്തിയിട്ടുണ്ട്. അതായത് ഫേവർ ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നടത്തി പിണറായി വിജയൻ. അതായത് ഒരു തവണ ജില്ലാ സമിതി നിഷേധിച്ചാണ്, അവിടെ തീരേണ്ടതാണ്. അത് കഴിഞ്ഞ് ഈ മിനറൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞ അന്നത്തെ ശുപാർശ മാറ്റിയിട്ട് ഒരു ടൂറിസം സംഭവം ആയിട്ട് കൺവെർട്ട് ചെയ്ത് പുതിയൊരു പദ്ധതി സമർപ്പിച്ചിട്ട് അത് ആണ് വെച്ചത്. അത് കഴിഞ്ഞ് ഇത് ക്യാബിനറ്റിലൊക്കെ കൊണ്ടുവന്നു. ഇത് വീണ്ടും പരിഗണിക്കണം എന്ന് പറഞ്ഞ് ഒരു ഇൻട്രസ്റ്റ് പിണറായി വിജയൻ എടുത്തു എന്ന് സ്ഥാപിക്കാനാണ് കുഴൽനാടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കുന്നില്ല എന്നാണ് അത്യാവശ്യം. മറ്റേ കേസിൽ എനിക്ക് തോന്നുന്നത് സുനിൽ, ഈ CMRLന്റെ കേസിൽ വീണയുടെ മാത്രം കേസല്ല, അതൊരു ലാർജർ കേസായതുകൊണ്ട് 135 കോടി രൂപയുടെ ഒരു വലിയ അത് വരട്ടെ കുംഭകോണമാണ്. ഞാൻ പറയുന്നത് മാത്യു കുഴൽനാടൻ പിണറായിയെ പെടുത്താൻ ശ്രമിക്കുന്ന ശ്രമങ്ങളിലൊന്നും അത്രത്തോളം വിശ്വാസ്യത ഉള്ളതായിട്ട് ഈ സബ്ജക്റ്റ് കുറച്ച് നോക്കിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ അനായാസം പിണറായിക്ക് സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാമായിരുന്നു. അദ്ദേഹം നിരാക്ഷേപമായി നടപ്പാക്കാം. സുപ്രീം കോടതി KREMLന്
മൈനിങ് ലൈസൻസ് കൊടുത്തു, എനിക്കൊന്നും അത് നടപ്പാക്കാമായിരുന്നു. അപ്പോൾ സഹായിക്കാത്ത ഒരാൾ പിന്നീട് വളഞ്ഞ വഴിയിൽ സഹായിക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്താന്ന് വെച്ചാൽ അപ്പം സഹായിച്ചാലും പിന്നീട് ഇത് നാഷണൽ അസറ്റ് ആണ് എന്നാണ് അതിന് മുമ്പ് എനിക്ക് തോന്നുന്നത്. 2019 നയം മാറി. പിന്നീട് പിണറായിക്ക് സഹായിക്കാനേ കഴിയില്ല. സഹായിക്കാൻ അപ്പൊ പിണറായി സഹായിച്ചിട്ടുമില്ല, പിണറായി സഹായിക്കാവുന്ന അവസ്ഥയിലുമല്ല. അപ്പൊ ഇതിനകത്ത് പിണറായിയെ ഈ കരിമണലുമായി ബന്ധപ്പെടുത്തി CMRL-മായി ബന്ധപ്പെടുത്തി ഡിഫൈം ചെയ്യാനോ പെടുത്താനുള്ള കുഴൽനാടൻ്റെ ശ്രമം ഒരു വ്യാജ വൃഥാശ്രമമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഫയലുകൾ നോക്കുമ്പോഴും അത് എത്ര കണ്ട് വിജയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. ഒരുപാട് ഘട്ടങ്ങളിൽ ഇങ്ങനെ കുഴൽനാടൻ ഇങ്ങനെ നിങ്ങൾക്കാവുമെങ്കിൽ ചെയ്യുന്നൊക്കെ പിണറായി വിജയൻ അപ്പോഴും എഴുതുന്നുള്ളൂ. നിങ്ങൾ ഒന്നുകൂടി പരിശോധിക്കൂ, അങ്ങനെയൊക്കെയാണ് പറയുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, ഇതൊന്നും ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞ സുപ്രീം കോടതിയുടെ വിധി അവസാനത്തെ വാക്കാണ്. അത് അനായാസമായി നടപ്പാക്കാമായിരുന്നു. അതുപോലെയാണോ സുനിലെ മറ്റേ ഈ തെളിവ് മൂല്യമുണ്ടല്ലോ ഈ കർത്ത കൊടുത്തിട്ടുള്ള മൊഴികൾക്ക് മുമ്പ് അതിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന കാര്യമല്ലേ സാർ? അന്വേഷണം നടക്കട്ടെ, നമുക്ക് അപ്പം നോക്കാം. പക്ഷേ ഇപ്പോൾ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ തോട്ടപ്പള്ളിയിലെ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി ഒരു അൺഡ്യൂ ഫേവർ ചെയ്തു എന്നുള്ളത് അവിശ്വസിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് നമ്മുടെ മുന്നിലില്ല. അതല്ല, അതിനെപ്പറ്റി നമ്മുടെ മുമ്പിലില്ലായിരിക്കാം, പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആള് പിണറായി വിജയൻ തന്നെയാണ്. പിന്നെ കേന്ദ്ര ഏജൻസികൾ ഈ കേസിൽ എക്സാലോജിക്കിന്റെ മാത്രമല്ല, അതിനകത്ത് സാർ വേറൊന്നും കൂടിയിട്ടെ. ഇപ്പോൾ നമ്മൾ ഈ ആലപ്പുഴ തീരത്ത് കിടക്കുന്ന കരിമണൽ VV മിനറൽസ് എന്ന വൈകുണ്ഠരാജൻ കടത്തിക്കൊണ്ടുപോയിരുന്നു. 50,000 കോടി രൂപയുടെ കരിമണൽ കൊള്ള നടന്നു എന്നുള്ളത് കേരളകൗമുദി ദിനപത്രത്തിലെ ഒരു ദിവസം ലീഡ് സ്റ്റോറി ആയിരുന്നു. ഞാനായിരുന്നു സ്റ്റോറി എഴുതിയത്. അത് കഴിഞ്ഞ് കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഏറ്റെടുത്തു. തമിഴ്നാട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. അത് കണ്ടെത്തി. കരിമണൽ കൊള്ള നിർബാധം നടന്നുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിലേക്കാണ്, തൂത്തുക്കുടിയിലേക്കാണ്. വൈകുണ്ഠരാജനാണ് ചെയ്തത്. അതൊന്നും ആരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇടപെട്ടിട്ടില്ല. പിന്നെ ഈ CMRL-ന് കരിമണൽ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അവർക്ക് ഇൽമനേറ്റ് വേർതിരിക്കാനുള്ള മെക്കാനിസം കൂടെ ഇല്ല. ഇത് വേർതിരിക്കാനുള്ള മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് കേരളത്തിലെ 2 കമ്പനികളുടെ കയ്യിലുള്ളൂ. അത് കേന്ദ്ര സ്ഥാപനമായ IRE-യുടെ പക്കലും കേരള സംസ്ഥാനത്തിൻ്റെ സ്ഥാപനമായ KMML-ന്റെ പക്കലുമാണ്. അവിടെ നിന്നുള്ള ഇൽമനേറ്റ് ഇവർക്ക് കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിലാണ് CMRL ഗൗരിയമ്മ വ്യവസായ മന്ത്രിയായിരിക്കെ ആരംഭിച്ചത് തന്നെ. CMRL-ന് ഇൽമനേറ്റ് കൊടുക്കേണ്ട ബാധ്യത KMML-ൻ്റെയും KREML-ൻ്റെയാണ്. ഈ കാലത്ത് മാത്രമല്ല, ഈ കമ്പനി ആരംഭിച്ച കാലം മുതൽ തന്നെ ഇൽമനേറ്റ് അവർ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അത് കിട്ടാതെ വന്നു. കാരണം KMML-ഉം IREL-ഉം പലപ്പോഴും പ്രവർത്തിക്കുന്നില്ലായിരുന്നു. അതേ തുടർന്ന് ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ നിന്ന് CMRL ഇറക്കുമതി ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ സുലഭമായി കിടക്കുന്ന സാധനം കള്ളക്കടത്തായിട്ട് പോകുന്നു, നമ്മുടെ നാട്ടിലെ കമ്പനിക്ക് കിട്ടത്തില്ല. അപ്പോഴാണ് CMRL KREML എന്ന് പറയുന്ന സംയുക്ത സംരംഭം, സർക്കാർ സ്വകാര്യ സംരംഭം ആരംഭിക്കാനും ആലപ്പുഴയിൽ ഇവർക്ക് ലൈസൻസ് കിട്ടിയ. ഞാനിപ്പോഴും ഓർക്കുന്നു, അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു, ശശിധരൻ കർത്ത. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഖനനത്തിനുള്ള ലൈസൻസ് കിട്ടിയാൽ ഞങ്ങൾ 3500 കോടി രൂപയുടെ ഫാക്ടറി ആലപ്പുഴയിലിടും, 10,000 പേർക്ക് തൊഴിൽ കൊടുക്കും. അതുമാത്രമല്ല, ഖനനം നടത്തി കരിമണ്ണ് എടുക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിയിട്ടുണ്ട്. സ്ഥലം വാങ്ങിയിട്ട് അവിടുത്തെ മണ്ണെടുക്കും. മണ്ണെടുത്തിട്ട് ഇൽമനേറ്റ് വേർതിരിച്ചിട്ട് ആ മണ്ണിട്ട് ആ ബാക്കി വരുന്ന മണ്ണുകൊണ്ട് അത് ഫില്ല് ചെയ്യും. എന്നിട്ട് ഇൽമനേറ്റ് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ വാങ്ങിയ ആളുകൾക്ക് തന്നെ ഈ ഭൂമി സൗജന്യമായി വിട്ടുകൊടുക്കും. ഇതായിരുന്നു KREML-ൻ്റെ ആലപ്പുഴയിലെ മിനറൽ പ്രൊജക്റ്റിൻ്റെ പദ്ധതി. നോക്കൂ, സ്ഥലം വിലയ്ക്ക് മേടിക്കുന്നു, ഇൽമനേറ്റ് എടുക്കുന്നു, അത് വീണ്ടും സ്ഥലം നികത്തി ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു, പിന്നെ 10,000 പേർക്ക് തൊഴിലും കൊടുക്കുന്നു. ഈ സംരംഭത്തെയാണ് കേരളം അട്ടിമറിച്ചത്. ഇങ്ങനൊരു വസ്തു കൂടിയുണ്ട്. അപ്പോൾ ഈ എക്സാലോജിക്കിൻ്റെ ഞാൻ പറഞ്ഞു വരുന്നത് 135 കോടി രൂപ മാപ്രകൾക്ക്, വ്യവസായികൾക്ക്, രാഷ്ട്രീയക്കാർക്ക് ഒക്കെ കൊടുത്താൽ 135 കോടി രൂപയുടെ അന്വേഷണം അത് വേറെയാണ്. അത് മാത്രമല്ല, കേരളത്തിലെ ഒരു ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്നൊരു കമ്പനി, ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവന്ന കമ്പനി, അവരെ വേണ്ട 130-140 കോടി രൂപയുടെ ടാക്സ് അടയ്ക്കാനുണ്ട്. അവരും കൊടുക്കുന്നുണ്ടായിരുന്നു മാസപ്പടി എന്നൊരു ആരോപണമുണ്ട്. അതും അന്വേഷിക്കണമല്ലോ. പക്ഷെ അതൊന്നും വരുന്നില്ല. ആകെ ഈ കരിമണൽ എന്ന് മാത്രമാണ് കുഴൽനാടൻ ഇങ്ങനെ കുഴലൂന്ന് നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ കുഴൽനാടനും ഒരു അജണ്ട ഉണ്ടാവണം. അതാണ് അറിയേണ്ടത്. എനിക്കറിയില്ല. അതിന് കുഴൽനാടനെ വേട്ടയാടുന്നതിന് പകരം കുഴൽനാടന് കയ്യിൽ 3 ഇതിനകത്ത് ഈ ആരോപണ വിധേയരായ വീണയ്ക്ക് മാസപ്പടി കൊടുത്തു എന്ന് പറയപ്പെടുന്ന, എനിക്കറിയില്ല, ഒരു പറ്റം 6-7 കമ്പനികളുടെ പേര് വന്നു. അതിൽ 3 കമ്പനികൾ ഇസ്ലാമിക
ബന്ധമുള്ള കമ്പനികളാണ്. ഓല്ലോ JDT ഇസ്ലാമൊക്കെ ഉണ്ടല്ലോ ഉണ്ട്. ട്രസ്റ്റുകൾ. അതിലൊന്നിനെ കുറിച്ചാണ് പിണറായി വിജയൻ പറഞ്ഞത്, ഒരു കമ്പനി തീവ്രവാദ ബന്ധമുള്ള ഒരു കമ്പനിയുടെ പേരും പറഞ്ഞു വരുന്നുണ്ട് എന്ന് പിണറായി വിജയൻ അസംബ്ലി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്നതല്ല സാർ, അതിനപ്പുറത്ത് വേറെ എന്തൊക്കെയോ ഇതിന് പിന്നിലുണ്ട്. ഈ ഇസ്ലാമിക ബന്ധമുള്ള 3-4 കമ്പനികളെ കുറിച്ച് ആരും വിടുന്നത്. 8 കമ്പനികളിൽ 3 കമ്പനികളൊക്കെ ഇസ്ലാമിക് ട്രസ്റ്റ്. ഒരെണ്ണം നമ്മുടെ വയനാട്ടിലുള്ളതാണ്, ഒരു സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പിന്നെ ഈ കോഴിക്കോട്ടെ JDT ഇസ്ലാമുണ്ട്. പിന്നെ തിരുവനന്തപുരത്തെ സരസ്വതി നികേതൻ മറ്റേ RSSന്റെ സരസ്വതി വിദ്യാലയം അല്ല, മറ്റേത് ലാറ്റക്സില് രാജ്മോഹൻ, അദ്ദേഹം ഒക്കെ കൂടി അദ്ദേഹം ഒക്കെ കൂടി നടത്തുന്നതാണത്. അതാണ് എന്റെ ഓർമ്മയിൽ വരുന്ന 3 എണ്ണം. 8 എണ്ണം ഞാൻ 3 എണ്ണം ഇസ്ലാമിക ട്രസ്റ്റുകൾ. അതെ. അപ്പൊ ഈ വയനാട്ടിലത്തെ ഇസ്ലാമിക, അപ്പൊ ഇതൊന്നും മിണ്ടുന്നില്ല ആകെ. അപ്പം ഇത് പിണറായി വിജയനെയും വീണയും ഇങ്ങനെ നിരന്തരം ആക്രമിച്ച് 8 എണ്ണം കൂടി അന്വേഷണ പരിധിയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളോ ആരും, അവരാകെ CMRL പറയുന്നു, കരിമണൽ പറയുന്നു, വീണ പറയുന്നു, ബാക്കിയുള്ളവയെ കുറിച്ച് മിണ്ടാത്തത് എന്താ? അത് മലയാള മനോരമയാണ് ഒരു ക്യാമ്പയിൻ പോലെ ഇത് എടുത്തിരുന്നത്, വേറെ വാർത്തയൊന്നും ഇല്ലാതിരിക്കെ. സെറ്റിൽമെന്റ് ബോർഡിന്റെ മുതല് വരുന്നുണ്ട് അതിൽ. എനിക്ക് തോന്നുന്നു CPMന്റെ തന്നെ ഡൽഹിയിലൊക്കെ ഉള്ള ചില ആളുകൾക്ക് ഈ ഇങ്ങനെ ഉള്ള ഒരു ആക്രമണത്തിൽ താല്പര്യമുണ്ട് എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിലുള്ള ചില ആളുകൾക്കും അങ്ങനെയല്ലേ അത് ലീക്ക് ചെയ്ത് പോയത് ആയിരിക്കാം. ഇതിനകത്ത് പിണറായിയെ ഡിഫൈം ചെയ്യുക, കരിമണൽ ആയി ബന്ധപ്പെട്ട് CMRL ഡിഫൈം ചെയ്യുക എന്നൊരു വെസ്റ്റേൺ ഇൻട്രസ്റ്റിനകത്ത് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതിരിക്കെ തന്നെ എൻ്റെ കാഴ്ചപ്പാട് ഇത് നാഷണൽ അസറ്റ് ആണെന്നുള്ളതാണ്. അത് കേന്ദ്രം അംഗീകരിച്ചു. 2019 കേന്ദ്രം സ്ട്രാറ്റജിക്കൽ മിനറൽസിന്റെ പട്ടിക ഉൾപ്പെടുത്തി നിയമം മാറ്റി. അതുകൊണ്ട് ഇനി കരിമണൽ മേഖലയിലേക്ക് സ്വകാര്യ കമ്പനികൾ വരാൻ പോകുന്നില്ല, ഇനി വരുന്നില്ല. ഇനി ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ് ഇപ്പോ. അതെ. അപ്പൊ അതിന് മുമ്പ് 2019 മുമ്പ് ഇത് 2018 കഥയൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. 2016, 2018 കാലത്തൊക്കെ, ആ സമയത്തൊക്കെ എന്തെങ്കിലും കുംഭകോണം നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് എൻ്റെ നയം. അതിൽ പെട്ടതാണല്ലോ 135 കോടിയായിട്ടൊക്കെ വരുന്നതും. അതിൽ നടക്കട്ടെ, മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ. അതെ. അപ്പോൾ ഇതിനകത്ത് എന്തോ നമ്മൾ കുഴൽനാടൻ്റെ അമിതാവേശവും പിണറായിയെ എങ്ങനെയെങ്കിലും പെടുത്തുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു. പക്ഷെ പിണറായിയുടെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണന് കിട്ടാതിരുന്ന ആനുകൂല്യങ്ങൾ എന്തായാലും പാർട്ടിക്കുള്ള വിവരം വെച്ചിട്ടാണോ എന്തോന്ന് അറിയില്ല. എന്നാലും AKG സെന്ററിന്റെ പേരിൽ അല്ല, അത് അത്തരം പശകളൊക്കെ നമ്മൾ അംഗീകരിക്കണം. വീണ കമ്പനി ഉണങ്ങുമ്പോഴത്തേക്ക് AKG സെന്ററിന് മേൽവാസം കൊടുക്കുക, പിന്നീട് ആർക്കും ദഹിക്കാത്ത തരത്തിൽ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടാണെന്നൊക്കെ പറയാം. ഇതൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോലും നമ്മൾ ഇതിനകത്തുള്ള മറ്റു ചില വസ്തുതകൾ നമ്മൾ കാണാതിരിക്കുക. ആ അജണ്ട നമ്മൾ കാണുക തന്നെ വേണം. അതെ. ഞാനും കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം മുഴുവൻ കണ്ടപ്പോഴും ഇത് പണ്ട് പാമോലിൻ്റെ ഒക്കെ ഫയലൊക്കെ നോക്കുന്നത് പോലെ തന്നെ വേണ്ട തരത്തിലൊക്കെ തന്നെയാണ്. അതിനും മിടുക്കുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ടല്ലോ, ഫയലിലുള്ള. നാടിന് ഇത് കൃത്യമായി ഒന്ന് ബോധ്യപ്പെടുത്താൻ ഒരുപാട് മനസ്സിലാക്കുന്നത് അത്ര കണ്ട് പോകേണ്ടതില്ല. സതീശൻ പറഞ്ഞതൊന്നും കുഴൽനാടൻ അംഗീകരിക്കുന്നില്ല തോന്നുന്നു. അതെന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ ഇതിൻ്റെ നിജസ്ഥിതി ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. പക്ഷേ പിണറായി വിജയൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണ്. കുഞ്ഞാലിക്കുട്ടിയെ പോലെ. കുഞ്ഞാലിക്കുട്ടിയെ വേട്ടയാടിയത് എന്തിനായിരുന്നു? കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന സർക്കാരിനോ പൊതുസമൂഹത്തിനോ ദോഷം ചെയ്യുന്ന ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളെന്ന തരത്തിൽ വേട്ടയാടി. ഇതിലും PV എന്നുള്ള പേര് ആരാണ് എന്നുള്ളതും പുറത്തു വന്നോട്ടെ. ആ PV പറഞ്ഞപ്പോഴാണ് ഓർത്ത്, PV അൻവർ ഒരു ആരോപണം പറഞ്ഞു, സതീശൻ മീൻവണ്ടിയിൽ 150 കോടി രൂപ കൊണ്ടുവന്നത്. അപ്പോൾ ആർക്കും എന്തും പറയാവുന്ന നാടാണിത്. PV അൻവർ EDയുടെ മുമ്പിലുണ്ട്. അതെ. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം അല്ലാതെ മലീമസമാണ്. വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഒരു ടാർഗറ്റായി പലപ്പോഴും പല ആരോപണങ്ങളെ ആളുകൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കാറുണ്ട്. അത് പക്ഷേ അതിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒട്ടും മോശമല്ല. ഉമ്മൻചാണ്ടിക്കെതിരെ തീർച്ചയായും കൊണ്ടുവന്ന് നിർത്തുകയും. തീർച്ചയായും. അപ്പോൾ ഏതായാലും നെല്ലും പതിരും വേർതിരിയട്ടെ, സത്യം ഒരിക്കൽ സൂര്യനെ പോലെ തെളിഞ്ഞു വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.